നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഭിമാനം വീണ്ടെടുക്കുന്ന മുഹൂർത്തം നാളെ സമാഗതമാണ്. ശ്രീരാമചന്ദ്രൻ്റെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ. ധന്യമുഹൂർത്തം, മംഗളമുഹൂർത്തം, മഹനീയ മുഹൂർത്തം എന്നൊക്കെ പറയാമെങ്കിലും ഈ ലോകം മൊത്തം ഭാരതത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഒരു ദിവ്യ സമയമാണ് ഈ പ്രതിഷ്ഠാദിനം. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുമെന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും വരും തലമുറയിൽ ഒക്കെ ബാധിക്കുന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. പല ചരിത്രകാരന്മാരും പറയുന്നത് പോലെ ഏതാണ്ട് 500 വർഷത്തിന് മേൽ ദൈർഘ്യമുള്ള ഒരു യുദ്ധമെന്നോ അല്ലെങ്കിൽ നിയമപ്രശ്നത്തിൻ്റെ ഇതളുകൾ ചെകഞ്ഞെടുത്ത് നേടിയ വിജയമെന്നോ അല്ലെങ്കിൽ സഹനശക്തിയുടെ അല്ലെങ്കിൽ ത്യാഗത്തിൻ്റെ ഇല്ലെങ്കിൽ ബലിദാനികളുടെ ഒക്കെ സ്വപ്നമെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മളുടെ മുഹൂർത്തം വന്നെടുത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ആ മുഹൂർത്തത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, നിലവിളക്ക് കത്തിക്കേണ്ട കാര്യങ്ങൾ, പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നമ്മുടെ ഗൃഹത്തിലേക്കും ശ്രീരാമചന്ദ്രൻ്റെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം റിപ്പബ്ലിക് ദിനം, റിപ്പബ്ലിക് ഡേ 26 വരെയാണ്. അതും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഭിമാനത്തിലേക്ക് മറ്റൊരു നാഴികക്കല്ല് തന്നെയാണ്. കാരണം ഓരോ റിപ്പബ്ലിക് ഡേയും കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് കുതിക്കുന്ന വേളയിൽ രാഷ്ട്രത്തിൻ്റെ പരമവൈഭവത്തിലേക്ക് പോകുന്ന പലതരത്തിലുള്ള അഭിമാനമായിട്ടുള്ള ഉയർച്ചകൾ താണ്ടുന്ന സമയവും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഗതാഗത മേഖലയിൽ, വ്യോമ മേഖലയിൽ, അതോടൊപ്പം പ്രതിരോധ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സാമ്പത്തിക മേഖലയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള കുതിച്ചുചാട്ടങ്ങൾ, എല്ലാ മേഖലയിലും ഭാരതീയർക്ക് അഭിമാനമാകുന്ന കുതിച്ചുചാട്ടങ്ങൾ റിപ്പബ്ലിക് പരേഡിൻ്റെ അന്നത്തെ ദിവസത്തിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന, ഓർക്കാൻ പറ്റുന്ന ദിവസവും കൂടിയാണ്. തീർച്ചയായിട്ടും അതനുസരിച്ച് എല്ലാ രീതിയിലും കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാശിസ്ഥിതി ഫലത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യമായിട്ട് അശ്വതി, ഭരണി, കാർത്തികക്കാല്, മേടൻ രാശി. ദൈവാധീനം വളരെ അനുകൂലമായിട്ടുണ്ട്. ഇവിടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് എൻട്രൻസ്, നീറ്റ് അങ്ങനെയുള്ള എക്സാം കാര്യങ്ങൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അത് വിദേശത്ത് പോയി പഠനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറിപ്പോകാൻ പറ്റുന്ന കാര്യം അനുകൂലമാണെന്ന് കാണുന്നുണ്ട്. 2, എക്സാം ടൈമിൽ ചില ടെൻഷനും അസ്വസ്ഥതയൊക്കെ കാണുന്നവരെ സംബന്ധിച്ചോളം സാരസ്വത അരിഷ്ടം പൂജിച്ച് കഴിക്കുന്നത് വളരെ വിശേഷമാണ്. സെൽഫ് കോൺഫിഡൻസ്, ധൈര്യമെല്ലാം വരും. ഓർമ്മശക്തി നല്ല രീതിയിൽ അതൊരു 21 ദിവസം പൂജിച്ച് കഴിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ പല തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കാരണമാകുന്നു. മാറ്റിവെക്കേണ്ടി വരുന്നു പല കാര്യങ്ങളും. അത് ബാങ്കിൻ്റെ നോട്ടീസ്, ചിട്ടിയുടെ പ്രശ്നങ്ങൾ, പണയമടക്കാനുള്ള എടുക്കാനുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ മുന്നിൽ ഉണ്ടാകുന്ന സമയമാണ്. ശാരീരികമായിട്ടുള്ള ചില ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ചികിത്സ തേടാൻ താല്പര്യപ്പെടുന്നവർക്ക് ആയുർവേദ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും വളരെ ഉത്തമം. അതിനെപ്പറ്റി ദൈവാധീനത്താൽ അനുകൂലമായിട്ട് ആ ചികിത്സയിൽ കൂടി നല്ല മാറ്റം ഉണ്ടാകും. അമൃത ത്രിശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷ ധരിക്കുന്നതും
ഒരു പരിധിവരെ നമ്മുടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി, എനർജി നമുക്ക് വീണ്ടെടുക്കാൻ സഹായിക്കും. കാർത്തിക മുക്കാൽ രോഹിണി മകയിരത്തര ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് പരീക്ഷണഘട്ട, സെയിൽസ്, മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കുറേ വെല്ലുവിളികൾ നേരിടേണ്ട അവസ്ഥയാണ്. മടക്കി കെട്ടി പോണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകും ചിലപ്പോൾ. കാരണം സാമ്പത്തികം കയ്യിലോട്ട് ശരിയായിട്ടുള്ള സമയത്ത് എത്തുന്നില്ല. അതിനെ ചൊല്ലി ഉണ്ടാകുന്ന വിഷമതകളും പ്രശ്നങ്ങളും കുടുംബജീവിതത്തെയും ബാധിക്കുന്നു. മറ്റെന്തെങ്കിലും പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതും തടസ്സം. വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട്, ഡീലിങ്സ് നടന്നാൽ കാര്യങ്ങൾ ഗുണപ്പെടുമെന്ന് പ്രതീക്ഷിച്ചത് അതും തടസ്സപ്പെട്ട് നിൽക്കും. കൊടുക്കലായിരുന്നാലും വാങ്ങലായിരുന്നാലും വസ്തു ഇടപാടിൽ ബ്ലോക്ക് മാറണം. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. ചെറിയ ഭാഗ്യക്കുറിയും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും. വലുതായിട്ടുള്ളതല്ല, ചെറുതായിട്ടുള്ളത് അനുകൂല സമയമാണ്. ഇടവൻ രാശിക്കാരിൽ കുടുംബ പരദേവതയെ പൂജിക്കുന്നത്, ഇഷ്ടദേവതയെ പൂജിക്കുന്നതും കുലദൈവത്തെ ആരാധിക്കുന്നതും വളരെ ഔത്സുക്യമായുള്ള നേട്ടങ്ങൾ, അനുഗ്രഹങ്ങൾ നേടിത്തരാൻ ദൈവാധീനം കൃപയായിട്ടുണ്ടാകും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഗൃഹത്തിൽ 41 ദിവസം നെയ്വിളക്ക് ലക്ഷ്മി ചക്രം വെച്ച്, മഹാലക്ഷ്മി ചക്രം വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. തടസ്സങ്ങൾ മാറി ലക്ഷ്മി സാന്നിധ്യം, സ്നേഹം, സന്തോഷം, ധനം, ധാന്യം, അഭിവൃദ്ധി, ആരോഗ്യം, ഇത് മഹാലക്ഷ്മി സാന്നിധ്യത്തിൽ നമുക്ക് ഗുണകരമായിട്ട് വന്നു ചേരും. മകയിരത്തിര, തിരുവാതിര, പുണർതത്തിൽ മുക്കാൽ മിഥുനരാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെയുണ്ട്. ശത്രുദോഷം എന്ന് പറഞ്ഞാൽ വിരോധം, അല്ലെങ്കിൽ അസൂയ, വൈരാഗ്യം തുടങ്ങിയ കാര്യങ്ങൾ തന്നെ. അവരുടേതായിട്ട് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നമുക്ക് നിന്നുകൊടുക്കാൻ, വഴിപ്പെടാൻ പറ്റാത്തതിൻ്റെ വാശി, വൈരാഗ്യം. ആ തരത്തിലുള്ള ശത്രുദോഷം ഉള്ളിടത്തോളം കാലം പല കാര്യങ്ങൾക്കും നമുക്ക് മുന്നോട്ട് പോകുന്നതിന് ഗതിവിഗതികൾ മാറ്റി നിശ്ചയിക്കേണ്ടി വരും. വീട് മാറണോ വേണ്ടേ എന്നുള്ള അവസ്ഥ, ജോലി സ്ഥലത്തുള്ള പ്രശ്നം, സസ്പെൻഷൻ, ട്രാൻസ്ഫർ, ഷോക്കസ് നോട്ടീസ്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് തടസ്സപ്പെടുത്തുന്ന അവസ്ഥ, ഇതൊക്കെ നേരിടേണ്ടി വരും. ചിലപ്പോൾ ഇത് ചില പൊളിറ്റിക്സിൻ്റെയും അല്ലെങ്കിൽ ചില കോക്കസിൻ്റെയും കളി നമ്മൾ ഇരയാകാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് നമ്മളെ ബാധിക്കാതെ ഒഴിവാക്കിയെടുക്കണം. രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം, ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട ആത്മാക്കളുടെ പാപബന്ധന ദോഷം നമുക്കോ നമ്മുടെ കുടുംബത്തിനെയോ ഉള്ളത് നെഗറ്റീവായിട്ട് നമ്മളെയും ബാധിക്കാൻ പാടില്ല. എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. അപ്പം അതിന് ഉപചാര സമർപ്പണവും തിലഹോമം, ലക്ഷ്മീനാരായണ പൂജയും ചെയ്ത് ആ ശാപപാപങ്ങൾ മറ്റു പല കാര്യങ്ങളെയും, വിവാഹം, വിജയം, വിദ്യാവിജയം, ആരോഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ദോഷകരമായിട്ട് ബാധിച്ച് തടസ്സപ്പെടുത്തുന്ന രീതിയിലും നഷ്ടപ്പെടുന്ന രീതിയിലും വരാൻ പാടില്ല. അപ്പം അതിന് തിലഹോമവും ലക്ഷ്മീനാരായണ പൂജയും ചെയ്ത് അതിനെ തൃപ്തിയാക്കി അനുകൂലമാക്കി നിലനിർത്തുക എന്നുള്ളതാണ് നല്ല കാര്യം. തിരുവല്ലത്തോ തിരുനെല്ലിയിലോ തിരുമുല്ലവാരത്തോ വർക്കലയിലോ തിരുനാവായയിലോ അതിൻ്റേതായിട്ടുള്ള സമർപ്പണങ്ങൾ ചെയ്ത് അനുകൂലമാക്കുന്നതാണ് ഉചിതം. പുണർതത്തിൽ കാൽ പൂയം ആയില്യം കർക്കടക രാശി. ദൈവാധീനം ഗുണകരമായിട്ട് തന്നെയാണ്. ഇവിടെ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ട്. എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ട്, വേണോ വേണ്ടയോ എന്നുള്ള ഒരു ഉറച്ച മനസ്സില്ലായ്മ പലപ്പോഴും നമുക്ക് നഷ്ടമുണ്ടാക്കും. കാരണം ഓവർ എക്സ്പീരിയൻസും ഏജ് ഓവറും ഈ മേഖലയിൽ വളരെ നമ്മളെ പിന്നിലാക്കും. അവൻ ശരിയായിട്ടുള്ള മേഖലയിലേക്ക് ഓപ്പർച്യൂണിറ്റി വന്നാൽ പോവുക എന്നുള്ളതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില പരീക്ഷണങ്ങൾ മാറി ഈ വരുന്ന മാർച്ച് ഏപ്രിലോടുകൂടി പുതിയ പ്രോജക്റ്റും പുതിയൊരു ഓപ്പർച്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട മാറ്റം നമുക്ക് ഗുണകരമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് 5 വെള്ളിയാഴ്ച സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ്.
തടസ്സങ്ങളൊക്കെ ഒരുവിധം നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി അനുകൂലമാകും. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ചില ദോഷങ്ങൾ നമ്മളെ ബാധിക്കേണ്ടത് ദൈവാധീനത്താൽ മാറിപ്പോയി. കാരണം 2 തവണ ഗൃഹത്തിൽ വന്നു കയറിയ സർപ്പത്തിനെ, പാമ്പിനെ തല്ലിക്കൊന്ന ദോഷം കുറച്ചു കാലം മുമ്പേ ഉണ്ട്. അതിപ്പോൾ നമ്മൾ ചെയ്യണമെന്നില്ല, പുറത്തുള്ളവർ ചെയ്താലും നമുക്കും ആ ശാപം ബാധിക്കും. പിന്നെയോ ആഗ്രഹ നിവൃത്തി വരാതെ മരിച്ചുപോയ കുഞ്ഞിൻ്റെ ദൃഷ്ടി അത് ബാധിക്കാൻ പാടില്ല. അത് അമ്മയുടെ കുടുംബത്തിലുള്ളതായിരുന്നാലും അച്ഛൻ്റേതായിരുന്നാലും ശരി തന്നെ അതിനെ കന്യാവിൻ്റെ സങ്കല്പത്താൽ ഉപചാര സമർപ്പണം ചെയ്ത് പട്ടും കരിവളയും ചെപ്പും കുങ്കുമവുമായിട്ട് ഭഗവതിക്ക് നടക്കി വെച്ച് കുങ്കുമാർച്ച ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അത് അനുകൂലമായി നമുക്ക് തുണയായി നിൽക്കാൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മകം നക്ഷത്രക്കാർക്ക് ടെക്നോളജി മേഖലയിൽ ഉയർന്ന സാധ്യത കാണുന്നുണ്ട്. എഞ്ചിനീയറിങ്, കമ്പ്യൂട്ടർ ടെക്നോളജി അങ്ങനെയുള്ള മേഖലയിൽ മകം നക്ഷത്രക്കാർക്ക് ഉയർന്ന ചില സാധ്യതകൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം പൂരം നക്ഷത്രത്തിന്, ചിങ്ങൻ രാശിക്കാരിൽ പൂരം നക്ഷത്രത്തിന് ചില പ്രശ്നങ്ങളിൽ ഉദ്ദേശിച്ച് സഹായിച്ചത് സാമ്പത്തികമായിരുന്നാലും ജാമ്യം നിന്നായിരുന്നാലും നമ്മൾ പിഴയടയ്ക്കേണ്ട ഘട്ടങ്ങളും സാഹചര്യങ്ങളും വന്നുകൂടായികയില്ല. വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമാണ്. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശിക്കാരിൽ രണ്ടാമതൊരു പ്രശ്നം വിവാഹയോഗമാണ്. ആലോചിച്ചുറപ്പിക്കുന്ന നല്ല വിവാഹയോഗം അനുകൂലമായിട്ട് വരാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. അത് ഈ വരുന്ന 1.5 മാസത്തിനകത്ത് തന്നെ അതിൻ്റെയുള്ള ദൈവാധീനം കാണുന്നുണ്ട്. പക്ഷേ മാട്രിമോണിയിലോ നെറ്റ് വഴിയോ എന്തായിരുന്നാലും നമ്മൾ തേടേണ്ടത് നമ്മൾ തേടണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉത്രത്തിമുക്കാല്, അത്തം, ചിത്തിരത്തര, കന്നിരാശി ദൈവാധീനം അനുകൂലമാണ്. ഇവിടെ ഓരോ തരത്തിലുള്ള അസ്വസ്ഥതകൾ, തലവേദന, പെടലുവേദന, തൊണ്ടവേദന, കൈവേദന, കാലുവേദന, ഉപ്പൂറ്റി വേദന, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. വേട്ടയാടുന്ന പ്രത്യേകിച്ച് 40 വയസ്സിന് മേലുള്ള അമ്മമാർക്കായിരുന്നാലും പുരുഷന്മാർക്കായിരുന്നാലും ഇതിന് കറക്റ്റായിട്ട് ചെയ്യേണ്ട ചികിത്സ ആയുർവേദ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല, എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് കാര്യങ്ങൾ കഴിക്കുന്നു, കുറച്ച് ആശ്വാസം വീണ്ടും ഇരട്ടിയായിട്ട് നമ്മളെ വലയ്ക്കുന്നു. ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ് വളരെ ഉചിതം. വൈദ്യനാഥേശ്വര കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഉചിതമാണ്. ശ്രീ വൈദ്യനാഥ കവചിത മന്ത്രം രോഗാദി ദുരിതബന്ധന ഭാവദോഷങ്ങൾ നമ്മളെ ബാധിക്കില്ല. ഭാവാനാമധിപതയം സർവം വീക്ഷിനാവം ശുഭേശം തത്തദ്ഭാവം സകലബലതം പാപം ദ്രയോഗഹീനം. ശുഭേശ ഭാവാധിപത്യ യോഗം എന്ന് പറയുമ്പോൾ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെട്ട് അപവാദം കേൾക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. വഴിയെ പോകുന്ന വയ്യാഹലികൾ വന്നു ചേരുന്നതാണ്. അതൊന്ന് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ വരുന്ന 1.5 മാസം ശ്രദ്ധയോടുകൂടി കൈകാര്യം. ചിത്തിരത്തര, ചോതി, വിശാഖത്തി മുക്കാല്, തുലാം രാശി ദൈവാധീനം ഗുണകരമായിട്ട് തന്നെയുണ്ട്. ഇവിടെയും സാമ്പത്തികമായിട്ടുള്ള ഒരു അച്ചടക്കം വേണം. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കൂടിക്കൂടി വരുന്ന അവസ്ഥയാണ്. ഗൃഹത്തിനകത്ത് രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്ക് ഒരു സ്വഭാവം, വൈകിട്ടൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം. നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യമെന്നോ ടെൻഷനെന്നോ വാശിയെന്നോ സങ്കടമെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. കുട്ടികളും ഭാര്യയായിട്ടുള്ള സമയം പോലും ചെലവഴിക്കാൻ പറ്റുന്നില്ല. ഒരു യന്ത്രം കണക്കെ ഓടുന്നു. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഈ മനുഷ്യനെന്താ ഇങ്ങനെ? തിരിച്ചാണെങ്കിലോ ഞാൻ ഇത്രയും കിടന്ന് ഓടുന്നു, എന്നെപ്പറ്റി എവരൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള വിചാരം നമ്മുടെ ഭാഗത്ത്. അപ്പം ചുരുക്കം എന്തെന്ന് വെച്ചാൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ നോക്കണം. ഉത്തരവാദിത്വം ആരുടെയും ചുമലിൽ വയ്ക്കാൻ പറ്റുന്നതല്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തേ പറ്റൂ. കുട്ടികളുടെ കാര്യത്തിലായിരുന്നാലും, വസ്തുവിൻ്റെ കാര്യത്തിലായിരുന്നാലും, കുടുംബ ഷെയറിൻ്റെ കാര്യത്തിലായിരുന്നാലും, വാഹനത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും, യാത്രയുടെ കാര്യത്തിലായിരുന്നാലും ഒക്കെ നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്വവും തീരുമാനവും
എടുത്തേ പറ്റും. അത് മാറ്റിവെക്കാൻ പറ്റില്ല. സാഹചര്യങ്ങളും സാമ്പത്തികങ്ങളും ഒക്കെ മാറ്റിവെക്കാൻ പ്രേരിപ്പിക്കുമെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ തീർത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം വരും തലമുറയെ ബാധിക്കും. ഇവിടെ ഈ ശിവനെ 5 തിങ്കളാഴ്ചയെങ്കിലും ജലധാര പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ ഉചിതമാണ്. ഈ ഗൃഹത്തിനകത്തുള്ള ഈ അസ്വാരസ്യങ്ങൾ മാറി സന്തോഷം, സ്നേഹം, എൻ്റെ ഭാര്യ, കുട്ടികൾ, കുടുംബം എന്നുള്ളൊരു ഉത്തരവാദിത്വം, തിരിച്ചും അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ്, എനിക്ക് എൻ്റെ കാര്യം, എൻ്റെ പിള്ളേരെന്നുള്ള ചിന്ത, ഇത് പലപ്പോഴും ഒരു ഡ്യൂട്ടി പോലെ ആയിപ്പോകും. പുറത്ത് കാണുന്നവർക്ക് അയ്യോ അവർ ഹാപ്പിയാണ്, പക്ഷെ നമ്മളവസ്ഥ ആ ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക്, റിലേഷൻഷിപ്പിലേക്ക് മനസ്സും ശരീരവും പ്രവൃത്തിയും വരണം. 5 തിങ്കളാഴ്ചയെങ്കിലും ശിവന് ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. വിശാഖത്തിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി ഈശ്വരാധീനം അനുകൂലം തന്നെയാണ്. ഇവിടെ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം. ഇതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വീട്ടിനകത്ത് ഇല്ലാത്ത പൈസയും ഇല്ലാത്ത സാമ്പത്തികവും സമയവും ഉണ്ടാക്കി സ്വന്തം കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാര്യം പോലും മാറ്റിവെച്ച് സഹായിച്ചതിൽ ഒടുക്കം പൊല്ലാപ്പും വിരോധവും നമുക്ക് തിരിച്ചടി ആയിട്ട് വരുന്ന അവസ്ഥ കുറേ അനുഭവിച്ചു. എന്നാലും പഠിക്കില്ല. പക്ഷെ ഇവിടെ നമ്മളെ സഹായിക്കാൻ നമ്മളെ ഉള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. പിന്നെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഹൈസ്കൂൾ തലം മുതൽ ഡിഗ്രി തലം വരെ നിൽക്കുന്ന വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അലസതാ മനോഭാവം കൂടി വരുന്നുണ്ട്. എല്ലാവർക്കുമല്ല, ചിലരിലെങ്കിലും. മൊബൈൽ തന്നെ ശരണം, എപ്പോഴും നോക്കിയാലും മുടി വെട്ടണോ, മുടി കൊഴിയുന്നോ, മുടി സ്പൈക്ക് ചെയ്യണോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. എപ്പോഴും പഠിയെന്ന് പറയണ്ട, ഞാൻ പഠിച്ചോളാം എന്നുള്ള അവസ്ഥ. പിന്നെയോ എല്ലാ കാര്യത്തിനും കുറ്റപ്പെടുത്തൽ, ഉപദേശിക്കൽ, എവിടെ പോകുന്നു, ഇതൊക്കെ ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങൾ. കൂട്ടുകെട്ടിനെ ചൊല്ലി വീട്ടിനകത്തുണ്ടാകുന്ന ടെൻഷൻ. അപ്പം ഇവിടെ ഗുരുത്വം എന്ന് പറയുന്നത് സമർപ്പണം എന്നുള്ളതും സബ്മിഷൻ എന്നുള്ളതും ഭയം, ഭക്തിഭയം എന്നുള്ളതും ഒന്നിച്ചു വരണം എന്നുള്ളതാണ്. എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും നല്ല രീതിയിൽ റിസൾട്ട് വരുമ്പോൾ ഞാനിങ്ങനെ ആയാൽ പോരാന്നുള്ള സ്വയം ഉത്തരവാദിത്വ നഷ്ടബോധം, അത് അർപ്പണത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കാര്യം ശരിയാവും. ഒരു പരിധിവരെ ചെയ്യിക്കാൻ പറ്റൂ, അവനവൻ അറിഞ്ഞ് ചെയ്യണം എന്നുള്ളതാണ് സത്യം. വിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ഗുണകരമായിട്ടുള്ള സമയമാണ്. അതിൻ്റേതായിട്ടുള്ള മാറ്റം ഉണ്ടാകും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല കൊയ്ത്ത് നടക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ, എഗ്രിമെൻറ്റുകൾ മുന്നോട്ട് പോകാനുള്ള സഹായവും കാര്യങ്ങളും ഉണ്ടാകും. മുടങ്ങിക്കിടക്കുന്ന പല പ്രോജക്റ്റുകളും റീസെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല് ധനുരാശിക്കാലിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധങ്ങൾ ശിഥിലമാകുന്ന അവസ്ഥ, അകന്നു പോകുന്ന അവസ്ഥ, പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാം, അഫെയർ എന്ന് പറയാം, പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം. നിസ്സാരം ചെറിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണയും നുണയും നമുക്കെതിരായിട്ട് തിരിയുന്ന അവസ്ഥ, ഫോൺ പോലും ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥ, മെസ്സേജിന് പോലും മറുപടി ഇല്ലാത്ത അവസ്ഥ, മനസ്സ് തകർന്നു. ഇത് അവരവരുടെ സ്വന്തം കാര്യങ്ങളെ ഡിലേ ആക്കും, ബ്ലോക്ക് ചെയ്യും. പഠനം, ജോലി, മറ്റു കാര്യങ്ങളൊക്കെ ബാധിച്ച് ഒരു മന്ദതയിലേക്കും ഒരു അടഞ്ഞ മൂടെന്ന് പറയും. മനസ്സും ശരീരവും പുറത്തു പോലും കാണിക്കാനോ സംസാരിക്കാനോ പറ്റില്ല. വീട്ടുകാരുടെ അടുത്ത് ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കും. ഇതിനെ ചൊല്ലി ആയിരിക്കാം എന്നുള്ളത് യാഥാർത്ഥ്യം നമുക്ക് മാത്രമേ അറിയാം. പക്ഷെ ആ നഷ്ടപ്പെട്ട അകന്നു പോയിട്ടുള്ള ബന്ധങ്ങൾ തിരിച്ചു വരാൻ കാലം കുറച്ചെടുക്കും എന്നുള്ളതാണ്. അപ്പം അതിനെ വിചാരിച്ച് നമ്മൾ സ്വയം നഷ്ടം വീണ്ടും വരുത്തണോ സ്വന്തം കാര്യത്തിൽ എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ്. കാരണം ഇവിടെ പുറത്തുള്ള ശത്രുദോഷമുണ്ട്. അതും പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട സാഹചര്യം വരെ ദൈവാധീനത്താൽ തട്ടിമാറിപ്പോയി എന്നുള്ളത്. അത് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല, മറ്റുള്ള കാര്യത്തിനോ കൂടെ നിന്നാലും ഒരു നമ്മളെ പേരും കൂടെ ചീത്തയാവും.
പ്രത്യേകിച്ച് ജാമ്യം നിന്നാൽ പോലും നമുക്ക് തന്നെ തലവേദന വരും എന്നുള്ള യാഥാർത്ഥ്യം. അപ്പം ആ സമയദോഷത്തിനെ മറികടന്നേ പറ്റൂ. ശാസ്താവിന് അയ്യപ്പന് 8 ശനിയാഴ്ച എള്ളുകിഴി നീരാഞ്ജനം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. നല്ല മാറ്റമുണ്ട്. ഈ വക പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നിൽക്കുന്നവർക്ക് ഈ കാലയളവിൽ 8 ശനിയാഴ്ച എള്ളുകിഴി നീരാഞ്ജനം അതിൻ്റേതായിട്ടുള്ള മാറ്റവും കാര്യങ്ങളും നമുക്ക് ഗുണകരമായിട്ട് ഭവിക്കാൻ ഈ സമർപ്പണം കൊണ്ട് വളരെ സാധ്യതയുണ്ട്. ഉത്രാടത്തി മുക്കാൽ, തിരുവോണം, അവിട്ടത്തര, മകരരാശി ദൈവാധീനം ഗുണകരമായിട്ട് തന്നെ. ഗൃഹത്തിനകത്ത് ചില നെഗറ്റീവ്സ് കാണുന്നെങ്കിൽ അത് വലിയ ദോഷങ്ങൾ വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്, സിംറ്റങ്ങളാണ്. നിരന്തരം ചില്ലുടയുക, മുഖം നോക്കണതായിരുന്നാലും, ഗ്ലാസ് ആയിരുന്നാലും, അലമാരുടെ ആയിരുന്നാലും, ടീപ്പോയുടെ ആയിരുന്നാലും, അപ്പോൾ ഉടഞ്ഞ ചില്ല് നമ്മൾ മാറ്റിയിടണം. പടത്തിൻ്റെ ആയിരുന്നാലും ഒക്കെ. അഗ്നിദോഷം ഉണ്ടാകുക, അത് വിളക്ക് കത്തിക്കുന്നിടത്തോ കിച്ചണിലോ ഗ്യാസിൻ്റെയോ കുക്കറിൻ്റെയോ ഒക്കെ ഉണ്ട്. തിളച്ച വെള്ളം ശരീരത്തിൽ വിടാം. വളർത്തു മൃഗങ്ങൾ നശിച്ചു പോവുക, ചത്തുപോവുക. പക്ഷെ ഇതൊക്കെ നമ്മളെ ബാധിക്കേണ്ട ദോഷങ്ങളുടെ ചെറിയ ചെറിയ സിംറ്റങ്ങൾ. അപ്പം ഇതിന് തൃശ്ശൂലിനി കവചിത പൂജ, അതായത് ഭഗവതി പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് ഈ വക അനർത്ഥങ്ങളും ശാപപാപ ബന്ധനങ്ങളും ഒഴിവാക്കിയെടുക്കുന്നത് ഗുണകരമായിട്ടായിരിക്കും. പുതുതായിട്ടുള്ള 2 പ്രോജക്റ്റുകൾ വന്ന് അതിൽ സൈൻ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള വർക്ക് കോൺട്രാക്റ്റ് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ട് വരുന്ന സമയമാണ്. കോൺട്രാക്റ്റ് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് നേർ കാഴ്ചയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വർഷം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ചില കാര്യങ്ങൾ അടുത്ത് നിൽക്കുന്നത് എഗ്രിമെൻ്റായി മുന്നോട്ട് പോകാൻ ദൈവാധീനം കാണുന്നുണ്ട്. രണ്ടാമത് വിവാഹ കാര്യത്തിന് വേണ്ടി താല്പര്യം. ആദ്യത്തെ ഡിവോഴ്സായോ മരിച്ചു പോയോ ഒന്നുമില്ല, രണ്ടാമതൊരു വിവാഹയോഗം. സ്ത്രീയെ സംബന്ധിച്ചോളം രണ്ടാമതൊരു പുരുഷനെ സംബന്ധിച്ചോളം രണ്ടാമതൊരു കൂട്ടുകെട്ട്, നല്ലൊരു ബന്ധം. ഇത് താല്പര്യപ്പെടുന്നവർക്ക് ശരിയായുള്ള ബന്ധം, നമ്മുടെ കുടുംബവും സാഹചര്യവും നമ്മുടെ കാര്യങ്ങളും രീതികളും ഒക്കെ ഒത്തിണങ്ങി പോകുന്ന ഒരു ബന്ധം ഉറയ്ക്കാനുള്ള ചുറ്റുപാട് നമുക്ക് അനുകൂലമായിട്ട് വരാൻ കാണുന്നുണ്ട്. ഇവിടെ രക്തപുഷ്പാഞ്ജലി ഭഗവതിക്ക് ചെയ്യുന്നത് ഉചിതമാണ്. ചില ഭാഗത്തു നിന്ന് വരുന്ന തടസ്സപ്പെടുത്തലുകൾ ഒഴിവാക്കി മുന്നോട്ട്. അതൊരു 5 ചൊവ്വാഴ്ചയെങ്കിലും രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പൂരുരുട്ടാതി 4, ഉത്രട്ടാതി, രേവതി, മീനൻ രാശി. ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് നമ്മൾ പറയുന്ന വ്യവസ്ഥയിൽ നിന്നും പുറകോട്ട് പോകുന്ന സംഘടനാ പ്രവർത്തനം നമുക്ക് തിരിച്ചടിയുണ്ടാകും. അതായത് പലരെയും വിശ്വസിച്ച ഒരു കാര്യം മാറും എന്നുള്ള സ്ഥാനത്ത് നിന്ന് നമ്മൾ അസ്ഥാനത്തേക്ക് പോകും. സംഘടന എന്ന് പറയുമ്പം രാഷ്ട്രീയ മേഖലയാകാം, പ്രസ്ഥാനങ്ങളാകാം, മറ്റു പല സംഘടനകളുടേതാവാം, സ്ഥാപനത്തിൻ്റെ ആവാം. ഇവിടെയെല്ലാം നമ്മളെ ഇകഴ്ത്തി കെട്ടാനുള്ള സാധ്യത കാണുന്ന ഡീപ്പ് പ്രമോഷൻ വളരെ കരുതലോടുകൂടി പോയില്ലെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയായിരിക്കും. കാരണം വിശ്വസിച്ച് നിൽക്കുന്നവർ കൂടെ നിൽക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമതൊരു പ്രശ്നം കേതുവിൻ്റെയും ബുധൻ്റെയും മൗഢ്യവും. കേതുവിൻ്റെയും ബുധൻ്റെയും മൗഢ്യവും എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രപ്പോസലുകൾ, വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ഒന്നും നടക്കാതെ നീണ്ടു പോകുന്നു. എൻ്റെ മോൾക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തി, ഇതുവരെയും കല്യാണം നടന്നില്ല. അവളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് കുട്ടികളായി. എന്താ ചെയ്യുക? എൻ്റെ മോനെ സംബന്ധിച്ചോളം ഒത്തിരി പെണ്ണാലോചനയും കാര്യങ്ങളും വന്നു. എന്തെങ്കിലും കാരണത്താൽ അവസാനം തെറ്റി ഒഴിവായി പോകുന്ന അവസ്ഥയാണ്. നല്ലൊരു മരുമോളെ കിട്ടണം, എന്താ ചെയ്യുക? ഈ തരത്തിൽ മനോദുഃഖത്തിൽ നിൽക്കുന്ന ഫാമിലിയെ സംബന്ധിച്ചോളം ശരിയായുള്ളൊരു ബന്ധം ഉറയ്ക്കാനും നടക്കാനുള്ള സാഹചര്യം ഉടനെ അടുത്ത് വരുന്നുണ്ട്. ഇവിടെ ലക്ഷ്മി സ്വയംവര കവചിത മന്ത്രം അത് കലശത്തിലാക്കി 11 നാരങ്ങാ ദീപം കത്തിക്കണം, ചൊവ്വയും വെള്ളിയായിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 2 ആലോചന വരാനും അതിലൊന്ന് ഉറയ്ക്കാനും നടക്കാനുമുള്ള സാധ്യത ഉണ്ട്. എങ്ങനെയെങ്കിലും ഒരു ബന്ധം നടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു നല്ല ബന്ധം ഉറയ്ക്കണം, നടക്കണം എന്നുള്ളത്. 11 ദിവസം സ്വയംവര ത്രിപുഷ്ഠപത്തിൽ നാരങ്ങാദീപം ചെയ്യുന്നത് ഈ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ നമുക്ക് അനുകൂലമാകാൻ സഹായകരമാണ്. മറ്റൊരു ചെറിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് 5.5 വയസ്സുള്ള ഈ മീനൻ രാശിക്കാരെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കഫത്തിൻ്റെ ശല്യം അനുകൂലമായി, ദോഷകരമായിട്ടിരിക്കും. അത് ശരീരപുഷ്ടിയെ ബാധിക്കും, ഭയങ്കര നിർബന്ധ ബുദ്ധി ഉണ്ടാവും, ഭക്ഷണം കഴിക്കാതിരിക്കും, രാത്രി ഞെട്ടലുണ്ടാവും, ഭയങ്കര വാശി, കരച്ചിൽ, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ 5.5 വയസ്സ് കഴിഞ്ഞാലേ ശരീരപുഷ്ടി നേരെയാവും. ഇവിടെ ബാലത്രിശൂലിനി കബലിത മന്ത്രം പൂജിച്ച് ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ വിശേഷമാണ്. ഈ വക അരിഷ്ടതയും പ്രകോപന ബന്ധനങ്ങൾ എന്ന് പറയും. പ്രകോപനം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യവും വാശിയും ഉണ്ടാകുന്ന അവസ്ഥ, നല്ല മാറ്റം ഉണ്ടാകും. ഇന്നിവിടെ ഈ വാരഫലം തീരുന്നു. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച. എല്ലാവർക്കും